നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ അവനവന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. 72 ദിവസം 72ാം ദിവസം അവന്റെ ചേതനേറ്റ ശരീരം അവന്റെ പ്രിയപ്പെട്ട ലോറിയോടൊപ്പം ലോറി ക്യാബിനിൽ കണ്ടെത്തി. ഡ്രൈവർ ക്യാബിനിൽ. അതെ, അർജുൻ, കോഴിക്കോടിന്റെ, കേരളത്തിന്റെ സ്വന്തം പുത്രൻ അർജുൻ ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായി. 72ാം ദിവസം അവന്റെ മൃതദേഹം, ചേതനേറ്റ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഒടുവിൽ ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഇന്ന് അവന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതോടൊപ്പം അത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി കാർവാറിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം DNA പരിശോധന ഉണ്ടാകും. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ വേദനയുള്ള ഒരു വാർത്തയാണ് വന്നതെങ്കിലും അതിലൊരു ആശ്വാസം കൂടെയുണ്ട്. അവന്റെ മൃതശരീരമെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം. ഒരുപക്ഷെ കേരള ജനത അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാൾക്കു വേണ്ടി രണ്ട് സർക്കാരുകൾ, രണ്ട് നാട്ടിലെ ദൗത്യസേനാംഗങ്ങൾ ഇത്ര അഹോരാത്രം പ്രയത്നിച്ച ഒരു ദൗത്യം ഒരു പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച വേദനയുള്ള ഒരു ഏട് തന്നെയായിരിക്കും. ഒരിക്കലും കേരളീയർക്ക് മറക്കാനാവാത്ത പ്രളയം പോലെ, 2018 പ്രളയം പോലെ, 2020 കൊറോണ പോലെ, 2018 19 നിപ്പ പോലെ മറക്കാൻ സാധിക്കാത്ത ഒരു ദൗത്യം തന്നെയായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തെ വിളിക്കുന്നത്. 2024 ഒക്ടോബർ 16-ാം തീയതി 9:30 ശിരൂരിലെ മണ്ണിടിച്ചിൽ അർജുനെ കാണാതാവുന്നത്. അദ്ദേഹത്തിന്റെ ലോറിയോടൊപ്പം തന്നെ ആ മണ്ണിടിച്ചിലിൽ ഏതാണ്ട് 10 പേരോളം അവിടെ നിന്ന് കാണാതായിരുന്നു, ഗംഗാവലി നദിയുടെ കരയിൽ നിന്ന്. പക്ഷേ ആ 10 പേരിൽ 9 പേരുടെ മൃതദേഹങ്ങളും കർണാടക സർക്കാർ വീണ്ടെടുത്തിരുന്നു. എന്നാൽ അർജുന് മാത്രം മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിരൂക്ഷമായ മഴയും അടിയൊഴുക്കും കാരണം ഗംഗാവലി നദിയിൽ ഇറങ്ങി തപ്പിയിരുന്നു. പക്ഷെ എങ്കിലും അന്ന് ആ സമയത്ത് ആദ്യത്തെ ദൗത്യ സമയത്ത് 3 ദൗത്യങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ 3 സെക്ഷനുകളായിട്ടാണ് അർജുനെ കണ്ടെത്താനുള്ള അർജുൻ മിഷൻ അല്ലെങ്കിൽ ശിരൂർ മിഷൻ എന്ന രീതിയിൽ ദൗത്യ സംഘങ്ങൾ ഇറങ്ങിയത്. 3ാമത്തെ ദൗത്യത്തിലാണ്, അല്ലെങ്കിൽ 3ാമത്തെ ഘട്ടത്തിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ അന്വേഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്വേഷിച്ചുള്ള ആ ഒരു തിരച്ചിൽ അതിദുഷ്കരമായിരുന്നു. 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിദുഷ്കരമായ അടിയൊഴുക്ക്, പിന്നെ അതികഠിനമായ മഴ, കർണാടകയിലെ മഴ, ഇതെല്ലാം പ്രതികൂല ഘടകങ്ങളായി. എങ്കിലും അതൊരു നിരാശയാക്കാതെ ഒരുപാട് വിവാദങ്ങൾക്കിടയിലും കർണാടക സർക്കാരും അതോടൊപ്പം കേരള സർക്കാരും കേരളത്തിലെ ദൗത്യ സംഘങ്ങളും അത് പ്രൊഫഷണൽ ആയാലും അല്ലാത്തതായാലും അവിടെ ചെല്ലുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നു. അതില് ഈ ലോറി ഉടമ മനാഫ്, അദ്ദേഹം 72 ദിവസവും ആ നദിക്കരയിൽ അദ്ദേഹം വിതുമ്പലോടെ പറയുന്നത് 72 ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു അർജുൻ. അവന്റെ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നതാണ് അവനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ, ജീവനോട് തിരിച്ചു തന്നെ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ആ വാക്ക് കൊടുത്തിരുന്നത്. പക്ഷേ ജീവനോടെ അല്ലെങ്കിലും അദ്ദേഹം പറയുന്നത് അവന്റെ മൃതശരീരം കിട്ടുന്ന വേദനയായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ആശ്വാസമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ആ മൃതശരീരം, അർജുൻ മരിച്ചു എന്നത് ഉറപ്പിക്കാനായിട്ട് ആ മൃതശരീരമെങ്കിലും ആ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ സാധിക്കുമല്ലോ എന്ന ആശ്വാസത്തിലാണ് മനാഫ്. തന്റെ ലോറിയല്ല പ്രാധാന്യം, തന്റെ അർജുൻ തന്നെയായിരുന്നു. അവൻ അതിനകത്തുണ്ട് എന്ന ആ ലോറിയുടെ ആ വെള്ളക്കെട്ടിന്റെ മേളിലേക്ക് ആ ലോറി പൊങ്ങിയപ്പോൾ ലോറിയുടെ ക്യാബിനാണ് കിട്ടിയത്. അത് 3ാം ഘട്ടത്തിൽ 4ാമത്തെ ദിവസം, 3ാമത്തെ ഘട്ട ദൗത്യത്തിൽ 4ാമത്തെ ദിവസമാണ് അർജുന്റെ ലോറി കിട്ടുന്നത്. ആ ലോറിയുടെ ക്യാബിനിൽ തന്നെ അർജുൻ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. ആ മണ്ണിടിച്ചിൽ ഒഴുകി നേരെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ തണുത്തുറഞ്ഞ മരവിച്ച് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ലോറിയോടൊപ്പം അദ്ദേഹം ആ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു. ക്യാബിനിൽ ഇരുന്ന് തന്നെയാണ് അർജുന്റെ മൃതദേഹം കിട്ടിയത്, അല്ലാതെ അങ്ങോട്ട് മാറിക്കിടക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ലോറിയുടെ ഡ്രൈവർ ക്യാബിനിൽ തന്നെ അദ്ദേഹത്തിന് മൃതദേഹം ഉണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം പുറത്തെത്തിച്ചെങ്കിലും ലോറി ഇപ്പോഴും ഉയർത്തി കരയ്ക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നുള്ളത് ഹാൻഡ് ബ്രേക്കിലായിരുന്നു. 40 ടണ്ണിന് മേളിലുള്ള ക്രെയിനുകളും ഡ്രഡ്ജറുകളും ഉപയോഗിച്ചാണ് അത് ഉയർത്താൻ ഉയർത്തിയത്. 2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് സംഘം അതിന്റെ അടിയിൽ പോയെങ്കിലും അവർ ഏകദേശം ഉറപ്പിച്ചിരുന്നു ആ ഭാഗത്ത് അവർ CPR അല്ലെങ്കിൽ CP2 എന്ന് മാർക്ക് ചെയ്തിരുന്നിടത്ത്, സെൻട്രൽ പോയിന്റ് എന്ന് മാർക്ക് ചെയ്തിരുന്നിടത്താണ് അവര് ലാസ്റ്റ് എന്ന നിലയിൽ അന്വേഷണം നടത്തിയത്, അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന നിലയിൽ ദൗത്യ സംഘം തിരച്ചിൽ ആരംഭിച്ച് അവിടെ നിന്നായിരുന്നു. അവസാനത്തെ തെരച്ചിൽ എന്ന രീതിയിൽ തന്നെയാണ് നാവികസേനാംഗങ്ങൾ അവിടെ ഇറങ്ങിയത്. പക്ഷെ അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം 2 ദിവസം തപ്പിയിട്ടും ലോറിയുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടാൻ സാധിച്ചില്ല. 2 ടയറുകൾ കണ്ടെത്തിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതായിരുന്നില്ല. എന്നാൽ ഈ ലോറിയുടെ ക്യാബിൻ ഉയർന്നു വന്നപ്പോൾ തന്നെ മനാഫ് പറഞ്ഞു, ഇതെന്റെ ലോറി തന്നെയാണ്, അതിനുള്ളിൽ ഉറപ്പായിട്ടും അർജുൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ഒരു പ്രവചനം പോലെ തന്നെ മനാഫ് പറഞ്ഞതുപോലെ ആ ലോറിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അർജുന്റെ മൃതശരീരം ഉണ്ടായിരുന്നു. 72ാമത്തെ ദിവസം അങ്ങനെ ദൗത്യം വിജയിച്ചു. കേരളത്തിനൊന്നാകെ സങ്കടക്കടൽ തന്നെയാണ്. കാരണം 2 രീതിയിൽ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ഒന്നുകിൽ അർജുൻ എവിടെയോ രക്ഷപ്പെട്ട് എവിടെയോ പരിക്കുകൾ പറ്റി കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ, ഒരു നേരിയ പ്രതീക്ഷ ഇത്രയും ദിവസത്തിന് ശേഷവും കിട്ടാഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു.
പിന്നീട് ഒരു സംഘം ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു വിഭാഗം ചിന്തിക്കുക ഉറപ്പായിട്ടും അർജുൻ മടങ്ങി വരും, അല്ലെങ്കിൽ അർജുൻ മരിച്ചിട്ടുണ്ടാവും, ആ മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും, റിയാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ. എന്നിരുന്നാലും രണ്ടു തന്നെ ആയാലും അതൊരു ആകാംക്ഷ തന്നെയായിരുന്നു, അത് ഉത്കണ്ഠ തന്നെയായ ഉത്കണ്ഠയ്ക്കാണ് ഇന്ന് വിരാമം ഉണ്ടായത്. ഇത്രയും ദിവസം 72 ദിവസവും ആൾക്കാരുടെ മനസ്സിൽ അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഒരു ലോറി കാണുമ്പോൾ എനിക്ക് ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ലോറി ഡ്രൈവറെ ഇത്രയധികം തിരിച്ചു വരണമെന്ന് അങ്ങനെ തന്നെ പറയാം നമുക്ക്. കാരണം നമ്മൾ സാധാരണ ലോറി ഡ്രൈവർമാരെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക, ഓ ലോറി ഡ്രൈവർ. പക്ഷേ ഇപ്പോൾ ലോറി ഡ്രൈവർ നമുക്ക് അർജുനെ പോലെ ഒരുപക്ഷെ ഇതുപോലുള്ള ലോറി ഡ്രൈവർമാർ എല്ലായിടത്തും ഉണ്ടാകും. ഇതുപോലെ കഷ്ടപ്പെട്ട് ദൂരയാത്രകൾ ലോഡുകളുമായിട്ട് പോകുന്ന ലോറി ഡ്രൈവർമാർ, അവരുടെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്, അവർ തിരിച്ചു വരുന്ന എന്താണ് ഉറപ്പ്? ഒരുപാട് കുടുംബങ്ങൾ ലോറി ഡ്രൈവിംഗിൽ അതിജീവനം അല്ലെങ്കിൽ ഉപജീവനമായിട്ട് കഴിയുന്നുണ്ട്. അതിലൊരാളായിരുന്നു അർജുനും. എന്തായാലും സർക്കാർ അക്കാര്യത്തിൽ സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. സർക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തോടൊപ്പം നമ്മൾ എല്ലാവരും ഒന്നു ചേർന്ന് നന്ദി പറയേണ്ടത് മാധ്യമപ്രവർത്തകരായാലും. ആദ്യകാലത്ത് കർണാടക സർക്കാരിനെ തെറ്റിദ്ധരിച്ചെങ്കിലും ഒരുപാട് വിവാദങ്ങൾ വലിച്ചിഴയപ്പെട്ടെങ്കിലും അത് വെച്ച് ചില മാധ്യമങ്ങൾ കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തിയെങ്കിലും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ കുറ്റപ്പെടുത്തിയെങ്കിലും അതെല്ലാം മാറിക്കൊണ്ട് 72ാമത്തെ ദിവസം അർജുന മൃതദേഹം കിട്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ 3 ഘട്ട ദൗത്യങ്ങളായിട്ടാണ് ഇത് നൽകിയത്, വേറൊന്നും കൊണ്ടല്ല നടത്തിയത്. കാരണം അർജുന്റെ കാണാതാവുന്ന ജൂലൈ 16-ാം തീയതി ആണെങ്കിൽ ജൂലൈ 30 കേരളത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത, ഇന്നും വേദന ഉണങ്ങാത്ത ഒരു ദുരന്ത ദിവസമായിരുന്നു. ചൂരൽമലയിലും അതുപോലെ പുഞ്ചിരിമട്ടത്തുമൊക്കെയും ഉരുൾപൊട്ടലുണ്ടായി. ഏതാണ്ട് 500-ലധികം ആൾക്കാർ മരിക്കുകയും 1500-ലധികം ആൾക്കാരെ കാണാതാവുകയും 4000-ലധികം ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ആ ദുരന്തത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഒരു പക്ഷേ ദൗത്യ സംഘം തിരച്ചിൽ നിർത്തി. അതോടൊപ്പം തന്നെ അവിടുത്തെ കാലാവസ്ഥ അതിപ്രക്ഷുബ്ധമായിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല, മറക്കാവുന്നതല്ല. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഒരു പക്ഷേ ഇത് അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞാണ് നേവി അന്വേഷണം തുടങ്ങിയത്. കാരണം ഇനിയൊരു ദൗത്യം ഘട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് മഴ മാറി നിന്നു. മൃതദേഹം എനിക്ക് തോന്നുന്നു ഗംഗാവലി പുഴയെടുത്ത അർജുന്റെ ആ ഒരു ശരീരത്തെ അല്ലെങ്കിൽ ആത്മാവിനെ അർജുന്റെ ശരീരമായിട്ട് തിരിച്ച് ഗംഗാവലി നദി തന്നെ നൽകിയെന്ന് വേണം പറയാൻ. പക്ഷെ അതിന് എടുക്കേണ്ടി വന്ന ആ പ്രയത്നം അതൊരിക്കലും നമുക്ക് മറക്കാവുന്നതല്ല. അത് ചരിത്രത്തിലെ എഴുതി ചേർക്കപ്പെട്ട ഏടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അർജുൻ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ അർജുന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്തായാലും നമ്മുടെ ആർമിയും നമ്മുടെ നേവിയും അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും തന്നെ നമ്മുടെ സർക്കാരുകളും എല്ലാവരും തന്നെ ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു ദൗത്യം തന്നെ ആയിരുന്നു. മനസ്സുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ച 3 കോടി ജനത അല്ലെങ്കിൽ മലയാളികൾ പ്രാർത്ഥിച്ച ഒരു അർജുനെ ഇന്ന് മറക്കില്ല. ആർക്കും അറിയാത്തൊരു വ്യക്തി. ജൂലൈ 16-ന് മുൻപ് വരെയും അർജുൻ എന്ന ലോറി ഡ്രൈവർ മാത്രം, അവന്റെ വീട്ടുകാർക്ക് മാത്രം, കൂട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പക്ഷേ ചരിത്രത്തിൽ പോലും ഇടപിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി അർജുൻ മാറി. അർജുന്റെ ആ ഒരു ദൗത്യം മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തെ, കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് എല്ലായ്പ്പോഴും ഇനി എന്തെല്ലാം അഴിമതി കഥകൾ കേട്ടാലും എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയാലും ലോകത്തിന്റെ ഏത് കോളിലും നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളെ അറിയപ്പെടുന്ന നമ്മുടെ ഈ ഒത്തൊരുമയും മനസ്സും കൊണ്ടാണ് ഏത് ദുരന്തത്തിലും പതറാതെ ഉറച്ചു നിൽക്കുന്ന മലയാളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പേര് മലയാളിക്ക് കിട്ടി. എന്തായാലും അർജുന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.